ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച് ഇടുക്കിയിൽ നിന്നും 2 യുവ കർഷകർ. ഇടുക്കി പൂപ്പാറ സ്വദേശികളായ ബിജു, സലീം എന്നിവരാണ് തരിശായ 1.5 ഏക്കർ ഹരിതാഭമാക്കിയത്. ആദ്യഘട്ടം എന്ന നിലയിൽ ആരംഭിച്ച ബീൻസ് കൃഷി വിജയമായതോടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ കർഷകർ. തരിശ് കിടന്ന 2 ഏക്കർ ഭൂമിയാണ് ഇന്ന് 100 മേനി വിളവ് നൽകുന്നത്. ഈ കൃഷിയിടത്തിന് പറയാനുള്ളത് മണ്ണിനെ വിശ്വസിച്ച് പൊന്നു വിളയിച്ച 2 യുവാക്കളുടെ കഥയാണ്. കൊടൈക്കനാലിൽ നിന്നെത്തിച്ച അതിശേഷിയുള്ള വിത്തുകളാണ് പൂപ്പാറയിലെ കൃഷിയിടത്തിൽ ബിജുവും സലീമും പരീക്ഷിച്ചത്. വെള്ളവും വളവും നൽകി പരിപാലിച്ച ബീൻസ് ചെടികൾ 3 മാസം കൊണ്ട് വിളവെടുപ്പിനൊരുങ്ങി. ഞാൻ ആദ്യം 1 കിലോ വിത്ത് മേടിച്ചേ, അത് സക്സസ് ആയില്ല. ശേഷം ഇതേ വിത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഒരു ചേട്ടൻ അനീഷ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി കണ്ടപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിത്ത് മേടിച്ച സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവർ സൂപ്പറായിട്ട് ചെയ്തേക്കുക, എന്നാൽ പിന്നെ നമുക്കും അങ്ങ് ചെയ്തേക്കാം എന്നൊരു തോന്നലിൽ കൂടെ ഞാനത് ചെയ്തു. ഇത് ലാഭകരമാണ്. ആദ്യത്തെ ഒരു മുടക്ക് മാത്രമേ നമുക്കുള്ളൂ. ഈ കമ്പി ഇട്ടേക്കുന്നില്ലേ, ഇതിപ്പോൾ 1 ലക്ഷത്തിന് രൂപയ്ക്ക് മീതെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, പൈസ നമുക്ക് ഉണ്ട്. പ്രാദേശിക വിപണിയിൽ കിലോയ്ക്ക് 80 രൂപ വിലയ്ക്കാണ് ബീൻസ് വിൽക്കുന്നത്. ചിലവാക്കിയ തുകയുടെ ഇരട്ടി ലാഭം വിളവെടുപ്പ് പൂർത്തിയാകുമ്പോഴേക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവ കർഷകർ. ഇരുവർക്കും നിർദ്ദേശങ്ങളും സഹായവും നൽകി കൃഷി വകുപ്പും ഒപ്പമുണ്ട്. ഇത് നമ്മൾ തരിശിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥലം കൃഷിയോഗ്യമാക്കി കൊടുക്കുകയും അതുപോലെ 2025-26 വാർഷിക പദ്ധതിയിൽ, പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് ഈ കൃഷിക്ക് വേണ്ട സബ്സിഡി ധനസഹായം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ യുവാക്കൾ ബീൻസ് കൃഷിയിലേക്ക് വരണമെന്നാണ് ബിജുവും സലീമും പറയുന്നത്. കൃഷി ലാഭകരമല്ല എന്ന് പറഞ്ഞു പഴകിയ കാലത്ത് വേറിട്ട കാഴ്ചയാവുകയാണ് ഈ ഇരുവർ സംഘം. മീഡിയ 1 ഇടുക്കി.